ലോക്കി എന്നടാ പണി വെച്ചിരിക്കേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നവരെല്ലാം ഇപ്പം ലോക്കി വെച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ പണ്ണണേന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഏതൊരു കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാലും ഏതെങ്കിലും വേറൊരു ആക്ടറിൻ്റെയോ വേറൊരു സിനിമ റിലേറ്റഡ് എന്തെങ്കിലും സംഭവം എടുത്ത് നോക്കിയാൽ അതിൻ്റെ അടിയിൽ ലോകേഷിൻ്റെ കുറേ മുട്ടയടിച്ച ഫേസും മീശ വെച്ച ഫേസും താടിയില്ലാത്ത ഫേസും കുറേ ട്രോൾ മഴയാണ് ഇപ്പോൾ ലോകേഷിന് ഇപ്പോഴും കറൻ്റ്ലി നടക്കുന്നത്. കാരണം കൂലിയൊക്കെ ഇറങ്ങിയിട്ട് എത്രയോ കാലമായി. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അയാൾ ഇത്രയും സിനിമ എടുത്തു. ഇപ്പോൾ ഒരു 7 സിനിമയോളം ഇപ്പോൾ വരാൻ പോകുന്ന 7ാമത്തെ സിനിമയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 7 സിനിമയോളം അയാൾ എടുത്തിട്ട് അതിൽ ഒരു സിനിമയാണ് 7ാമത്തെ സിനിമ എടുക്കാൻ പോകുന്നേ ഉള്ളൂ. 6 സിനിമയിൽ 5 ഹിറ്റാണ്. അത് ഹിറ്റെന്ന് പറഞ്ഞാൽ വെറും ഹിറ്റല്ല, അത്രയും ചർച്ചയായ സിനിമയാണ്. തമിഴിൻ്റെ തന്നെ ഒരു ബേസ്മെൻറ്റ് തന്നെ ഉണ്ടാക്കിയൊരു സിനിമയാണ്. അത്രയും സിനിമകൾ എടുത്തു വെച്ചിട്ട് അതിൽ കൂലി എന്ന് പറഞ്ഞാൽ ഒരു സിനിമ മാത്രം തകർന്നു പോയി. അതിൻ്റെ പേരിലാണ് ഇപ്പോഴും ഈ കിടന്ന് അനുഭവിക്കുന്നത്. അയാൾ ഇനി ഇൻ്റർവ്യൂ വരെ കൊടുക്കണില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേണ്ട, ഇൻ്റർവ്യൂ ഒന്നും വേണ്ട. കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് ലോകേഷ് കനകൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് അന്ന് ഫീൽ ചെയ്തത്, കോൺഫിഡൻ്റ് ആണ് ആൾ. അതായത് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് കുറേ വിഷൻസ് ഉണ്ട്. ആ വിഷൻസ് ഡയറക്റ്റായിട്ട് ഒരു ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരുന്ന് അങ്ങ് പറഞ്ഞു കളയും. അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം കൂടെ ചേർത്ത് അങ്ങ് കോൺഫിഡൻ്റ് ആയിട്ട് ആ വിഷയം അങ്ങ് പറയും. ഇങ്ങനെയാണ് ഒരു വലിയ സിനിമ ചെയ്യാൻ പ്ലാൻ ഉണ്ട്, ആ സിനിമയ്ക്കകത്ത് ഇവരെല്ലാം വന്ന് ഒരുമിക്കും, കൈദി 2-ൽ എൻ ഗെയിം പോലെ അതിനകത്ത് എല്ലാവരും വരും, എല്ലാ സ്റ്റാർസും വരും, ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്ന സമയത്ത് അപ്പോഴെല്ലാവരും എന്നാ ഒരു കോൺഫിഡൻസ് ആണെന്നുള്ള രീതിയിലായിരിക്കും എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ കണ്ടത് തന്നെയാണ്. അതേസമയം ആ സിനിമ റിലീസായി ആ സിനിമ അത്ര ബോറാണ്, അല്ലെങ്കിൽ ആ ഒരു ഹൈപ്പിനൊത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ പറഞ്ഞതെല്ലാം ഒരു തള്ളായിട്ട് മാറും. അതായത് ഇത് വരുന്ന തള്ളിയതാണല്ലോ, ഇവ ഏത് സ്റ്റേജിൽ കണ്ടാലും ഇങ്ങനെയാണ്, അത് ചെയ്യും എന്നൊക്കെ പറയും എന്നുള്ളൊരു തള്ളു മാത്രമാണ് എന്നുള്ള രീതിയിലേക്ക് അത് പിന്നെ കൺവേർട്ടാവും ആഫ്റ്റർ റിലീസ്. ഇപ്പം കൂലിക്ക് സംഭവിച്ചതും ഇതേ സംഭവങ്ങളാണ്. കൂലിയിനകത്ത് ഇത്രയും വലിയ ഹൈ കാസ്റ്റും ഒക്കെ ഉള്ള ഒരു ഇത് കൊണ്ടുവന്ന് അതിൻ്റെ പ്രൊമോഷനാണെങ്കിൽ കുറേ ഗോൾഡൻ വാച്ചും ബീഡിയും സിഗരറ്റും അങ്ങനെ കുറേ സംഭവങ്ങളും വെച്ചിട്ട് ഈ ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്തു. റോങ് ആയിട്ടുള്ള പ്രൊമോഷൻ ഇതാണ് യൂസ് ചെയ്തത്. കാരണം അതുവരെ ലോകേഷ് എടുത്തിരിക്കുന്ന സിനിമകളൊക്കെ LCU ഫോർമാറ്റിലുള്ള ഒരു വേൾഡ് ഉണ്ട് ലോകേഷിൻ്റെ. ആ ഒരു വേൾഡ് സംഭവിക്കുന്ന കഥയാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കുറേ ആക്ടേഴ്സിനെ മാത്രം കൊണ്ടുവന്ന് ഇട്ടിട്ട് കുറേ ഒരു ബലവും ഇല്ലാത്ത കുറേ സ്റ്റോറി ലൈൻ, ആ സ്റ്റോറി ലൈൻ എടുത്തു വെച്ചൊരു കൊച്ചുകുട്ടി കണ്ടാൽ പോലും അതിനകത്തുള്ള കൂലിയിര ഒരുപാട് ലൂപ്പ് ഹോളുകൾ വലിച്ചിളക്കും. കാരണം അതൊന്നും ഒന്നും ഒരു തരത്തിലൊരു ഇതായിട്ടുള്ള സിനിമയല്ല കൂലി. അത്രയ്ക്ക് മോശം സിനിമ തന്നെയാണ് കൂലി. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സിനിമയെ പലർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ, എനിക്ക് പേഴ്സണലി പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് സിനിമ എടുത്ത് അതിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഇത്രയും സ്റ്റാറും ഈ പ്രൊമോഷൻ രീതികളും അതിൻ്റെ ഓഡിയോ ലോഞ്ച് എന്നൊക്കെ പറയുന്നത് അതിലെ സോങ്സും അനിരുദ്ധാണ് ആ സത്യത്തിൽ ആ ഒരു ഇത്രയും ഹൈപ്പ് ആ ഒരു ഓഡിയോ ലോഞ്ചൊക്കെ കൊണ്ടുവന്ന സമയത്ത് മോണിക്ക എന്ന് പറഞ്ഞ സോങ് ആയാലും എല്ലാം അത്രത്തോളം വൈറലായിരുന്നു. അപ്പോൾ ആ ഒരു അത്രയും പവർഫുള്ളായിട്ടുള്ള സാധനം ലോകേഷിൻ്റെ റീസെൻറ്റ് ഫിലിംസും വെച്ചിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ സിനിമ ടോട്ടൽ ഡിസാസ്റ്റർ ആയിരുന്നു. ആ ഒരു ഒറ്റ ഫ്ലോപ്പ് ലോകേഷ് കനകരാജ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ക്രിയേറ്ററിൻ്റെ ഫുൾ കോൺഫിഡൻസ് തന്നെ പോയിട്ടുണ്ടാവും. ഇനി അദ്ദേഹം ഇതുപോലെ വന്നിരുന്നിട്ട് ഞാൻ ഇനി അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും ലാസ്റ്റ് ഒരു പ്രസ് മീറ്റ് മാത്രമാണ് നടത്തിയത്, അത് ക്ലാരിഫൈ ചെയ്തതാണ്. ഇനി ഞാൻ ഇങ്ങനെ സിനിമകൾ ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇതുപോലെ ഈ വന്നിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു റിപ്ലൈ ആയിട്ടും അതിലന്നൊരു ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൈദി 2 എടുക്കുന്നില്ല, റോളക്സ് എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ കൈദി 2 എന്ന് പറഞ്ഞത് ലോകേഷിനെ പറഞ്ഞിട്ടുണ്ട് ഒരു വലിയ സിനിമയാണ്, എല്ലാവരും വന്ന് റീയൂണിയൻ ചെയ്യുന്നൊരു സിനിമയാണ് എന്നുള്ളത്. ഇപ്പോൾ വിജയ് പോയി, അത് കഴിഞ്ഞിട്ട് മറ്റ് ആക്ടേഴ്സിൻ്റെയൊക്കെ ഡേറ്റ് എന്ന് പറയുന്നത് ഇവരെല്ലാം പ്രമുഖന്മാരാണ്. ഇപ്പോൾ ഈ ലോകേഷ് എടുത്തിരിക്കുന്ന എല്ലാ സിനിമയിലും പ്രമുഖന്മാർ മാത്രമാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ വിജയ് ആയാലും സൂര്യ ആയാലും കമൽഹാസനായാലും രജനീകാന്ത് ആയാലും ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്ന ഇവരെല്ലാവരെയും ഒരു സിനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഡേറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ആ പ്രൊഡക്ഷൻ ആണെങ്കിൽ പല ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഒരു ഇത് പറയും. കാരണം അന്ന് സിനിമ എടുത്ത സമയത്ത് കൈദി 1 എടുത്ത സമയത്ത് പോലും ഇത്രയും വലിയൊരു സക്സസ് ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ബിസിനസ് ഉണ്ടാവുമെന്നോ അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല 2 കൂട്ടരും. പക്ഷേ ഇപ്പോൾ അതിൻ്റെ റിസപ്ഷൻ മാറി. അപ്പോൾ ഇനി ലോകേഷ് ഒരു എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതവർ കൊടുക്കണം, എങ്കിൽ മാത്രമേ ആ സിനിമ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകിൽ നമ്മൾ ഈ ഒരു സ്ക്രീനിൻ്റെ പുറകിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല. പക്ഷേ സ്ക്രീനിൻ്റെ പുറകിൽ ഒരു സിനിമ സംഭവിക്കുക എന്ന് പറയുന്നതിന് എന്തുമാത്രം ചടങ്ങുകളുണ്ട് എന്നുള്ളത് അത് നമ്മൾ ജസ്റ്റ് ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുന്ന സമയത്ത് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഈ ഡിലേ ആയി പോകുന്നത് എന്താണെന്ന് മനസ്സിലാക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കൂലി എന്ന് പറഞ്ഞ സിനിമ എടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കൈദി 2-ന് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയേനെ. ആ കൂലി എന്ന് പറഞ്ഞ സിനിമ എടുത്തത് വളരെ റോങ് ആയിട്ടുള്ള ഡിസിഷനാണ്. രജനീകാന്തിനെ കൊണ്ടുവരുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിനെ ഡയറക്റ്റ് ആയിട്ട് LCU സിനിമ അല്ല എന്നുള്ളത്
കട്ടായിട്ട് തന്നെ പറയണം. ഇതങ്ങനെയൊന്നുമല്ല, ഒരു അസിസ്റ്റൻ്റ് വരെ പറഞ്ഞത് തിയേറ്ററിൽ പോയി നിങ്ങൾ കാണും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു റോങ് പ്രൊമോഷനിലൂടെ ആ സിനിമ ഇറക്കി അത് ലോകേഷിനെ തന്നെ ഇത്രയും ഹൈറ്റിൽ കൊണ്ട് നിർത്തിയിരുന്ന ലോകേഷ് വന്ന് വീണ്ടും ബാക്ക് ഫയർ അടിച്ചപ്പോൾ അമ്മാതിരി അടി തന്നെ അടിച്ചു. ഇനി ലോകേഷിന് വരാൻ പോകുന്നത് അല്ലു അർജുനൊത്തുള്ള പടമാണ്. അതിലും ആൾക്കാർ ഈ പറയുന്ന LCU ഇഷ്ടങ്ങളും ഒക്കെ വെക്കും. പിന്നെ അപ്പോഴുണ്ടായിരുന്ന പോലത്തെ അത്രയും വലിയൊരു ഫാൻ ബേസ് അല്ലെങ്കിൽ അത്രയും വലിയൊരു ഇതുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം കുറച്ചും കൂടി ഒന്ന് കുറയ്ക്കും. കാരണം ഇത്രയും ഒരു കോൺഫിഡൻസ് അവിടെ വേസ്റ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കൂലി കൊടുത്ത ഒരു ബാക്ക് ഫയർ എന്തായാലും എക്സ്പെക്റ്റേഷൻ വെപ്പ് കുറയ്ക്കും. അപ്പോൾ അത് ഒരുപക്ഷെ നല്ലതായിരിക്കാം. കാരണം ഈ ഒരു സിനിമ നല്ലതാണെങ്കിൽ ഈ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലായ്മ കുറച്ചും കൂടി ആ സിനിമയെ കയറ്റി കൊണ്ടുപോകാൻ ഒരു ഹെൽപ്പ് ചെയ്യും. പിന്നെ അല്ലു അർജുനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് മിനിമം ഒരു സക്സസ് ഉണ്ടാവും ബിസിനസ് വൈസ്. സിനിമ മോശമോ ഇപ്പോൾ പുഷ്പയൊക്കെ നമ്മൾ കണ്ട സിനിമ എന്തോ ആവട്ടെ, പക്ഷേ ബിസിനസ് വൈസ് ഈ പടം കയറി കൊളുത്തുകയാണെങ്കിൽ ഒരു 1.5 കംബാക്ക് ലോകേഷ് അടിക്കും. ആ കംബാക്കിന് ശേഷമായിരിക്കും അവർ പിന്നെയുള്ള കൈദിയായാലും എന്തെങ്കിലും ഡിസിഷൻ എടുക്കുകയുള്ളൂ. ഒരു സക്സസ് ഇപ്പം ലോകേഷിൻ്റെ കരിയറിൽ വേണം. അത് LCU വെച്ചിട്ട് ഇനി ഒരു പരീക്ഷണം നടത്തി അത് വല്ല ഫ്ലോപ്പ് ആയിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു LCU സീരീസിനെ തന്നെ അത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാവാം ലോകേഷ് ഈ ഒരു ഡിസിഷൻ എടുത്തത്. അല്ലു അർജുനെ വെച്ചൊരു നല്ലൊരു കംബാക്ക്, അതായത് ഗ്യാരണ്ടി വേണം. ഇപ്പം നടൻ്റെ ബേസിൽ ഒരു ബിസിനസ് ഗ്യാരണ്ടീഡ് ആണ്. പക്ഷേ ഡയറക്ടറിന്റെ കഴിവിൽ അല്ലെങ്കിൽ ആ ഡയറക്ടറിന്റെ കഴിവ് ഒന്നും കൂടി ഒന്ന് പ്രൂവ് ചെയ്തിട്ട് LCU എന്ന വേൾഡിലേക്ക് ഇറങ്ങാം. എങ്കിൽ ആ ഹൈപ്പ് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ലോകേഷിന് നല്ലപോലെ അറിയാം. ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് മലയാളികൾ അധികം ട്രോളാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാളികൾ അങ്ങനെ ട്രോളാറില്ല. കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂല, നല്ല ഇനി കൊണ്ടുവന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഇത് കൂടുതൽ തമിഴന്മാരാണ് ഈ രീതിയിലിട്ട് കമൻറ്റിൽ കുറേ സ്റ്റിക്കേഴ്സും ഒരു ബന്ധമില്ലാത്ത രീതിയിൽ സ്റ്റിക്കേഴ്സ് അയക്കണം. കാരണം ആ ലോകേഷിൻ്റെ ഓരോ ലുക്കുകൾ കാണുന്ന സമയത്ത് ഇതിൻ്റെ ദശാവതാരോ ലോകേഷിൻ്റെ തോന്നിപ്പോവും. ആ രീതിയിലാണ് അയക്കുന്നത്. നമ്മൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നമ്മളെ മലയാളത്തിലായാലും മറ്റേത് ഇൻഡസ്ട്രിയിലായാലും അടുപ്പിച്ച് ഒരു 6 സിനിമ എടുത്തെങ്കിൽ 6ഉം ചറപറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോഴും തലവർത്തി നടക്കുന്നുണ്ട്. 6 സിനിമ എടുത്തു, അതിൽ 5 എണ്ണം 1 ഹിറ്റ്, 1 എണ്ണം മാത്രം ഫ്ലോപ്പ് എന്ന് നമ്മൾ പറയുന്നു. ആവറേജ് ആണെന്നുള്ള രീതിയാണ് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഡയറക്ടറിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് എല്ലാവരും കുറ്റം പറയുന്നത് അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതെന്നുള്ളത് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത് പേഴ്സണലി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ ആവുന്ന സമയത്ത് അവരെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു രീതി കുറച്ച് ഹാർഡായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആ ഒരു രീതിയിലൊരു കണ്ടൻറ്റ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും ഐഡിയാസൊക്കെ വരുന്നതൊക്കെ പോകും. അതിപ്പോൾ നമ്മളൊരു ക്രിയേറ്റർ ആവുന്ന രീതി നമുക്ക് മനസ്സിലാവും. നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് മോശമാണ് എന്നുള്ള രീതി പറഞ്ഞിട്ട് അവർക്കൊരു ഫയർ കയറ്റി കൊടുക്കുക, ഇത് മോശമാണ്, നിങ്ങൾ അടുത്തൊരു നല്ലൊരു പടമായിട്ട് വാ എന്നുള്ള രീതിയിലുള്ളൊരു കൈൻഡ് ഓഫ് റെസ്പെക്റ്റോട് കൂടി തന്നെ അത് പറയുക. പക്ഷേ ലോകേഷിൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു റെസ്പെക്റ്റേ കീപ്പ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അദ്ദേഹം ഒരു 1 കംബാക്ക് അടിക്കട്ടെ. ഇനിയിപ്പോൾ ഉടനെ ജൂലൈയിൽ തന്നെ ലോകേഷിൻ്റെ DC എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട്. അതൊരു നടൻ എന്ന രീതിയിൽ ലോകേഷിൻ്റെ നമുക്ക് കാണാൻ പറ്റും. കാരണം ലോകേഷിൻ്റെ സേഫ് സോണാണ്. കാരണം ലോകേഷ് എടുക്കുന്ന സിനിമകളെല്ലാം ആ ഒരു ഫോർമാറ്റ് സിനിമകളാണ്. അതേ ഫോർമാറ്റിൽ ലോകേഷ് നായകനായി വരുന്ന സമയത്ത് ഒരു റോ ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയാം. ഈ സിനിമ ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബേസ്മെൻ്റ് ഒരു അപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു പോസിറ്റീവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റെസ്പോൺസ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ലോകേഷിനൊരു ഹോപ്പ് വരും. പക്ഷേ ലോകേഷ് എന്ന ഡയറക്ടറിലേക്ക് ഹോപ്പ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിനി കാണണം എങ്ങനെയാണ് DCക്ക് സംഭവിക്കുക. അത് കഴിഞ്ഞിട്ട് ലോകേഷും അല്ലു അർജുനും തമ്മിലുള്ള സിനിമയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ലോകേഷിൻ്റെ ഇനിയുള്ള LCU ഫ്യൂച്ചർ. എന്തൊക്കെയാവട്ടെ, റീസെൻറ്റ് വീഡിയോസ് ഇവിടെ കൊടുത്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇതിനേക്കാൾ ഇടിവട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷൻ നിസാർ.